കുറേയധികം മിസ്കൺസെപ്ഷൻസ് ഉള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ നിങ്ങളെ ഹാപ്പിയാക്കുന്നു എന്നതിനുമപ്പുറം ഒരു കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. നിങ്ങളുടെ ബ്രെയിൻ ഒരു റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഡോപ്പമിൻ റിലീസ് ആവുന്നത്, അല്ലാതെ അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇഷ്ടമില്ലെങ്കിലും ഓരോ കാര്യങ്ങൾ നിങ്ങൾ ക്രേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നില്ലെങ്കിലും വീണ്ടും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമൊക്കെ. ഹാപ്പിനെസ് വരുന്നത് സേഫ്റ്റിയിൽ നിന്നും കണക്ഷനിൽ നിന്നുമൊക്കെയാണ്. ഡോപ്പമിൻ വരുന്നത് നോവൽറ്റിയിൽ നിന്നും റെപ്പറ്റീഷനിൽ നിന്നും ആൻറ്റിസിപ്പേഷനിലുമൊക്കെ അതിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമിൻ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഫുൾഫിൽഡ് ആവാൻ വേണ്ടിയിട്ടല്ല. ഓവർ ടൈം നോർമൽ ലൈഫ് ഭയങ്കര ഡള്ളാവാൻ തുടങ്ങും. അതുപോലെ തന്നെ സമാധാനമൊക്കെ ഉള്ളത് ബോറിംഗ് ആവാൻ തുടങ്ങും. കാരണം ബ്രെയിനിന് കൂടുതൽ വീണ്ടും സ്റ്റിമുലേഷൻ വേണമെന്ന് തോന്നും. ഡോപ്പമിൻ അങ്ങനെ ഇൻസ്റ്റൻറ്റ് റിവാർഡ്സുമായിട്ട് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രോളിങ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് അവിടെ ഉള്ളൊരു ഗുഡ് ന്യൂസ്. ഡോപ്പമിൻ എഫോർട്ടുമായിട്ടാണ് നമ്മൾ ടൈ ചെയ്തിരിക്കുന്നത് എങ്കിൽ അവിടെ ട്രെയിനിങ്, ലേണിങ്, അതുപോലെ ബിൽഡിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ റെപ്പറ്റീഷൻ നമുക്ക് കൊണ്ടുതരുന്നത് ഗ്രോത്താണ്.